പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസ് 1-ാമത്തെ ഭാഗം, അതിലെ 18-ാമത്തെ പാഠം സിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുക. ആ പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. നക്തുബുൽ മഅന, ആദ്യങ്ങൾ അതിൽ കുറച്ച് ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതി തരണം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 2, ലാ തൻസിലു റഹ്മതു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹം, കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. അർത്ഥം ഇതാനാട്ടോ. നുജീബു, ഉത്തരം പറയാനാ, ഉത്തരം എഴുതാൻ. ആരാണ് കുടുംബക്കാർ? 1, മാതാപിതാക്കളുമായി രക്തബന്ധം ഉള്ളവരാണ് കുടുംബക്കാർ. 2, കുടുംബബന്ധം പുലർത്തുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാം? കുടുംബബന്ധം പുലർത്തി എന്താ കിട്ടുക? ഭക്ഷണം വിശാലമാകും, ആയുസ് വർദ്ധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ലേ, പാഠത്തിലൊക്കെ പറഞ്ഞ് തദ്രീബാത്ത് മാത്രം പറയാണ്. 3, കുടുംബബന്ധം ചേർക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? കുടുംബക്കാരെ സന്ദർശിക്കും, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യും, അവരെ വീട്ടിലേക്ക് വിളിച്ചു സൽക്കരിക്കും, അവർക്ക് സന്ദേശങ്ങൾ അയക്കും, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചെയ്യും. ഇവൻ്റെ കഥ പറഞ്ഞില്ല പാഠത്തിൽ. അബ്ദുൽ കരീമും കുടുംബവും ബലിപെരുന്നാൾ ദിനത്തിൽ എന്തെല്ലാം ചെയ്തു? അവർ പള്ളിയിൽ പോയി ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും അതിനുശേഷം ഉളഹിയ്യത്ത് അറുത്ത് മാംസം വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വലിയമ്മ, വലിയ അമ്മാവൻ, മൂത്തമ്മ തുടങ്ങിയ കുടുംബക്കാരെ സന്ദർശിച്ചു. 5, കുടുംബബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. 6, അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല ആർക്ക്? കുടുംബബന്ധം മുറിക്കുന്നവർക്ക്. ഇമെയിൽ സന്ദേശം ഉണ്ടാക്കാനാണ് ഇലക്ട്രോണിയത്തെ ഇമെയിൽ സന്ദേശം. ഒന്നെന്താണ്? കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മെസ്സേജ് തയ്യാറാക്കുക. അതിനെ പറ്റിയിട്ട് പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം പുലർത്തുക എന്നത് ഇസ്ലാം നമ്മോട് കൽപ്പിച്ച ഏറ്റവും പുണ്യകരമായ കാര്യങ്ങളിൽ പെട്ടതാണ്. കുടുംബബന്ധം ചേർക്കുന്നത് നമ്മുടെ ആയുസ് വർദ്ധിക്കാനും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും കാരണമാകും. കുടുംബബന്ധം മുറിക്കുന്നത് കാരണം അല്ലാഹുവിൻ്റെ അനുഗ്രഹം തടയപ്പെടും. അതിനാൽ എപ്പോഴും നമ്മൾ കുടുംബക്കാരുമായി സ്നേഹത്തിലും ഐക്യത്തിലും സഹകരണത്തിലും പരസ്പര സഹായത്തിലും വർത്തിക്കണം. ഇനി വേറൊരു മെസ്സേജ്. നിങ്ങൾ കുടുംബക്കാരെ സൽക്കരിക്കാറുണ്ടോ? ഒരു കുടുംബ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങൾ എഴുതുക. അതെ, ഞങ്ങൾ കുടുംബക്കാരെ വീട്ടിലേക്ക് വിളിക്കാറും സൽക്കരിക്കാറുമുണ്ട്. കഴിഞ്ഞ വലിയ പെരുന്നാളിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു വലിയ കുടുംബ സൽക്കാരം നടന്നിരുന്നു. ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിലുള്ള മിക്കവാറും ആളുകൾ അന്ന് ഞങ്ങളുടെ സൽക്കാരത്തിൽ പങ്കെടുത്തു. ഉമ്മയും എളാപ്പമാരുടെ ഭാര്യമാരും ചേർന്ന് വളരെ സ്വാദിഷ്ടമായ ബിരിയാണിയും പായസവും മറ്റു വിഭവങ്ങളും തയ്യാറാക്കി. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും
ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. കുട്ടികളെല്ലാം ചേർന്ന് മുറ്റത്ത് കളിച്ചു. പരസ്പരം കാണാനും സ്നേഹം പുതുക്കാനും ഈ സൽക്കാരം വളരെ സഹായകരമായി. കുടുംബബന്ധം ചേർക്കാൻ ഇത്തരം സൽക്കാരങ്ങൾ വളരെ നല്ലതാണെന്നും അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുമെന്നും ഉപ്പ ഉപദേശിച്ചു. എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് അന്ന് വൈകുന്നേരം പിരിഞ്ഞുപോയത്. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, മശായിഖുമാർക്ക്, വല്യുപ്പ വല്യമ്മമാർക്ക്, ഞങ്ങളെ കുടുംബങ്ങൾ, കൂട്ടുകാർ എല്ലാവർക്കും നീ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളിലും ഞങ്ങൾ പറഞ്ഞ വല്ലുമുള്ള രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാരുണ്ട്. അവരെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബറ് കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ പരിമണമുള്ള ഖബറുകളാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.